ലേഡീസ് ആർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോ പോലത്തെ കുക്കിങ്ങോ ക്ലീനിങ്ങോ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മളെ ലേഡീസിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 90% ലേഡീസും ഇതൊക്കെ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പാണ്. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടും പിന്നെ എൻ്റെ ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ 2 വർഷത്തോളമായിട്ടുണ്ട് ഞാനിത് ഉപയോഗിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നത്. പക്ഷേ എല്ലാവരും പോലെ തന്നെ എനിക്കും പേടികൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുവരെ ഉപയോഗിക്കാനത്. ശരിക്കും പറഞ്ഞാൽ ഇതിനിപ്പോൾ എനിക്ക് നന്ദി പറയേണ്ടത് അസീനനോടും പിന്നെ അതേപോലെ സുർമി ടൈം പാസ് എന്നുള്ള സുർമിനോടുമാണ്. ഇത് ഉപയോഗിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഉപയോഗിക്കാനുള്ളൊരു ധൈര്യം കൊണ്ട് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവരോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണത്തെ പോലെ പാഡ് ഉപയോഗിക്കുക പിന്നെ അതേപോലത്തെ തുണി ഉപയോഗിക്കുക അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്താണെന്ന് വെച്ചാൽ പാഡ് ഉപയോഗിച്ചാൽ പൊതുവേ നമ്മൾ സ്ത്രീകൾക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ അനുഭവിച്ച് വന്ന ഒരാളാണ്. കൂടാതെ എനിക്കാണെങ്കിൽ ഈ പീരിയഡ്സ് ടൈമിൽ ഭയങ്കരമായിട്ടുള്ള പെയിനും ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം എൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി ഈ പാഡ് മാറ്റലും പിന്നെ അത് ഡിസ്പോസ് ചെയ്യലും ഒക്കെ ആകുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇത്രയും കാലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും കാലം ഇതൊന്നും വാങ്ങിക്കാതെ ഇപ്പം എന്താ ഇങ്ങനെ വാങ്ങാനുള്ള കാരണം എന്ന്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഏതായാലും ഇത്രയും പ്രായമായി, മെനോപോസിൻ്റെ ഒക്കെ ആ ഒരു ടൈം ആവാനായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ബ്ലീഡിങ് ഒക്കെ വരും എന്നാണ് ഞാൻ കേട്ടറിവ്. പക്ഷെ എനിക്കിപ്പോഴും നോർമലായിട്ട് സാധാരണത്തെ ഇത്രയും കാലം വരുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഭാവിയിൽ 1-2 വർഷത്തിനുള്ളിൽ എന്തായാലും ആ ഒരു അവസ്ഥ എനിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് ഓവറായിട്ടുള്ള ആ ഒരു ബ്ലീഡിങ് സമയത്തൊക്കെ ഈ ഒരു കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്, ഈ ഉപയോഗിച്ചവരുടെ അഭിപ്രായം. അപ്പോൾ 4 വർഷമായിട്ട് ഉപയോഗിച്ച 2 ആൾക്കാരിൽ നിന്നുള്ള അറിവ് കൊണ്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. പക്ഷെ ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പം ഇത്രയും കാലം ഇത് ഞാൻ ഉപയോഗിക്കാത്തതിനുള്ളൊരു കുറ്റബോധം മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്കും സേഫാണിത്, അത്രയ്ക്കും സേഫാണ് ഇത് ഉപയോഗിച്ച്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടും. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്നേക്കാൾ അറിവ് ഉണ്ടായിരിക്കും. എന്നാലും എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ പറയുന്നത്. എനിക്ക് എല്ലാവരെ പോലെ തന്നെ എനിക്കും ഉള്ളൊരു പേടി ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് മേലോട്ട് കയറി പോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നപ്പോൾ. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ, പെർഫെക്റ്റ് 100-ൽ 100 മാർക്കാണ് ഞാൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പിന് കൊടുക്കുന്നത്. പിന്നെ അത് ചിലർക്കൊക്കെ ഉള്ളൊരു വേറൊരു ഡൗട്ടാണ്, പിന്നെ ഇത് ഈ തടികളോല് മെലിഞ്ഞോല് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, ഏത് അളവായിരിക്കും അങ്ങനെയൊന്നും. അപ്പോൾ ഇതിൽ ശരീരത്തിന് മെലിഞ്ഞതോ തടിച്ചതോ ആയിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പോൾ 3 അളവിലാണ് വരുന്നത്. ഒന്ന് സ്മോള്, മീഡിയം, ലാർജ്. സ്ത്രീകൾ മെലിഞ്ഞ ആളാണോ തടിച്ച ആളാണോ അവർക്ക് ഏതാണ് യോജിക്കുക അങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ ഇതിന്. ഇത് ആകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 അളവാണ് വരുന്നത്. ഒന്നാമത്തെ അളവ് സ്മോൾ ഉപയോഗിക്കേണ്ട ആർക്കാച്ച 18 വയസ്സായിട്ടുള്ള സെക്ച്വലി അങ്ങനത്തെ ഒരു ഇതും ഇല്ലാത്ത കുട്ടികളുണ്ടാവില്ല, അവർക്കാണ് ഈ പിന്നെ സ്മോൾ വരുന്നത്. മീഡിയം വരുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ലേഡീസിന്, പിന്നെ അതേപോലെ തന്നെ സിസേറിയൻ പോലെയൊക്കെ ചെയ്ത ആളുകളുണ്ടാവില്ല, അവർക്കാണ് മീഡിയം വരുന്നത്. അടുത്തത് ലാർജ് ആണ്. അത് 25 വയസ്സ് മുതൽ മേലോട്ടുള്ള സ്ത്രീകൾക്കാണ്. അതും നോർമൽ ഡെലിവറി ആയവർക്കാണ് കേട്ടോ അത് ഉപയോഗിക്കേണ്ടത്, ലാർജ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ 300 രൂപ മുതൽ മുകളിലോട്ടാണ് ഇതിനുള്ള പ്രൈസ് വരുന്നത്. അപ്പോൾ പൈസ നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ഇത് വാങ്ങാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഏറ്റവും സെൻസിറ്റീവായ പാർട്സിലാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ കപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വില കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വാങ്ങിയാൽ ചൊറിച്ചിലും അങ്ങനത്തെ പല ഇൻഫെക്ഷനും വരാനുള്ള സാധ്യത ഉണ്ട്. 1 ടൈം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കമ്പനി പറഞ്ഞത് 10 വർഷം വരെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളൊരു 5-6 വർഷം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കുറേ പഴയതാവുമല്ലോ. അപ്പോൾ വലിയൊരു വില ആയിട്ട് തോന്നില്ല. പാഡൊക്കെ വാങ്ങുന്ന ആ ഒരു പൈസ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു റേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പാണ്. ഇതിന് 499 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ ഞാൻ വാങ്ങാൻ കാരണം പിന്നെ മുമ്പ് എന്തത്ര വില കുറഞ്ഞ സാധനങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിയിട്ട് നന്നായിട്ട് ചൊറിച്ചിൽ വരികയും ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥ വരികയൊക്കെ ചെയ്തതിനെ കൊണ്ട് അപ്പോൾ അവൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്ലോസിയാണ് അവൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ
അതിന് യാതൊരു പ്രശ്നവും സൈഡ് എഫക്റ്റോ അങ്ങനത്തെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നതും ഞാനിത് വാങ്ങിയത്. അപ്പോൾ അത് ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ സംഭവം വരുന്നത്. ഇതാണ് സാധനം വരുന്നത്. പിന്നെ കളറിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, പലതരം കളറും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ള ചോപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നവും കളറിൽ യാതൊരു ബന്ധമില്ല. ഈ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നല്ല സിൽക്കൻ്റെ നല്ല സോഫ്റ്റും അല്ല, നല്ല ഹാർഡും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഈ ഒരു പൗച്ച് ഉണ്ടല്ലോ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിലാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇത് അടുത്ത മാസമാണല്ലോ ഇനി ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഇതൊരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. കൂടാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇതേപോലെ പൗച്ചിലിട്ടിട്ട് വെക്കുക വേണ്ടി. അതേപോലെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക വേണം. കാരണം മറ്റൊന്നും ഇതിൽ ആവാനും പാടില്ല. ഇത് ഇൻഫെക്ഷൻ വരാനൊക്കെ വലിയൊരു സാധ്യത ഉള്ളത് നമ്മൾ സൂക്ഷിക്കാനാൽ. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ ചോദിച്ചാലും ഞാൻ വിശദമായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഓപ്പണായിട്ട് ഞാൻ ഇതിൽ സംസാരിച്ചിട്ടില്ല. അപ്പം ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായിട്ടും സംശയം ഉണ്ടാവും. അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കാൻ മടിക്കേണ്ടത്. ഇന്ന അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത്രയും കാലം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ അത്രക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണിത്. പിന്നെ ഒന്നാമത്തെ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് കളർ ഡ്രസ്സ് ഇടാം. നമ്മൾ പുറത്ത് പീരീഡ്സ് ആകുന്ന സമയത്ത് പുറത്ത് പോകുമ്പോൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, തിരിഞ്ഞൊക്കെ കളിക്കണം. പക്ഷേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഡ്രസ്സും നമുക്കിടാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പൂളിൽ ചാടാം. പിന്നെ അതേപോലെ എക്സസൈസ്, യോഗ പോലത്തെ എക്സസൈസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ഓടാൻ ചാടാം, എന്തും ചെയ്യാം. അപ്പോൾ അത് മിനിമം ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ പാൻറ്റീസ് പോലും ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ രാത്രിയിലത്തെ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്താ വെച്ചാൽ രാത്രിയിലെ ഒരു പ്രശ്നമാണ്. രാത്രി നേരം വെളുക്കുമ്പോഴേക്കും നമ്മൾ പാഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ അത് ഉപയോഗിച്ചതിനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോയത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് തന്നെ ആയാലും നല്ല സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ നമ്മൾ വാങ്ങിയേ വേണ്ട. അപ്പോൾ പാഡ് വാങ്ങുന്ന ആ ഒരു ഇത് ആലോചിക്കുകയാണെങ്കിൽ എത്രയോ 5-6 വർഷം മിനിമം, ഇത് അവർ ഞാൻ കുറേ വർഷം പറയുന്നുണ്ടെങ്കിലും മിനിമം ഞാൻ പറയുന്ന ഒരു 5-6 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഉപയോഗിക്കുന്ന സാധനം ഇത്തിരി ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 500 രൂപ ഒന്നും വലിയൊരു വില ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനിയൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ തന്നെയാണ്, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നുള്ളൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എനിക്ക് ഒരുപാട് അനുഭവ പരിചയം ഒന്നുമില്ല, എൻ്റെ ഇപ്പോൾ വന്നൊരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. കാരണം മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്പെടില്ല. ഞാനിത് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ ഒരു കാര്യങ്ങൾ എന്നോട് തിരുത്തി തരുമ്പോൾ അത് വായിക്കുന്ന ആ കമൻറ്റ് വായിക്കുന്നവർക്കും കൂടി അതൊരു ഗുണമാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതാ ഈ ഫ്ലോസി മെൻസ്ട്രൽ കപ്പിൻ്റെ കൂടെ തന്നെ ഈ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു ലിക്വിഡും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ അത് എക്സ്ട്രാ വാങ്ങേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ എക്സ്ട്രാ തന്നെ വാങ്ങേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആ ഫ്ലോസിൻ്റെ കപ്പിൻ്റെ കൂടെ കിട്ടുന്നതല്ല. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പിന്നെ ആ ബോക്സിൽ കപ്പും പിന്നെ അതേപോലെ തന്നെ പൗച്ചും പിന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പേപ്പറും ഉണ്ടാവും. ആ പേപ്പറിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആരോട് ഡൗട്ട് ശരിക്കും ചോദിക്കേണ്ട ആവശ്യമില്ല, അത് വായിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഇത്രയും കാലം പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. കൂടാതെ പിന്നെ ഒരുപാട് ബ്ലീഡിങ്ങുകളൊക്കെ ഉള്ള സ്ത്രീകളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ ശരീരപ്രകൃതി ഒരേപോലെ ആയിരിക്കില്ല. അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു കപ്പ് ഉപകാരമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പാഡ് ഉപയോഗിച്ച് മടുത്ത ആളുകൾ വരെ എൻ്റെ അനുഭവത്തിലുണ്ട്. 1-2 ആളുകൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് ഉപകാരമാണ് ഈ ഒരു കപ്പ് എന്ന്. നിങ്ങൾ ഇതുവരെ ഈ ഒരു കപ്പിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് മാറിക്കോളി കേട്ടോ.
എൻ്റെ അറിവിൽ 2 ടൈപ്പിൽ ഈ കപ്പ് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ വജൈനയിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ ഈ കപ്പ് എടുത്തിട്ട് സി ടൈപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ 2 അറ്റം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വജൈനയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മെല്ലെ പ്രസ് ചെയ്തിട്ട് അതങ്ങനെ അത് അവിടെ ചെന്നിട്ട് അത് ഓപ്പൺ ആയിക്കോളും. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്വാസം താഴോട്ടാണ് കേട്ടോ വലിക്കേണ്ടത്. താഴോട്ട് വലിച്ചിട്ട് അതാണ് മേലോട്ട് പ്രസ് ചെയ്യുക. അത് നമ്മളിങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ശ്വാസം മേലോട്ട് വലിക്കുക. അങ്ങനെയാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത് കേട്ടോ ശ്വാസം. പിന്നെ നല്ല കാമായിട്ട് നല്ല രീതിയിൽ നിൽക്കണം, ബലം പിടിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ നമ്മൾ അടുത്തത് ആ ഒരു ടൈലുണ്ടല്ലോ അതിങ്ങനെ പിടിച്ചിട്ട് മെല്ലെ ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ എയർ ഒന്ന് ഒഴിവായതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് താഴോട്ട് വലിക്കാൻ പാടുള്ളൂ, അല്ലാതെ പിടിച്ച് വലിക്കരുത്. അടുത്തൊരു ടൈപ്പ് ഇതേപോലെ ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, അതേപോലെ ഇങ്ങനെ ഒന്ന് താഴോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈസിയാണ് കേട്ടോ. മറ്റേ സി ടൈപ്പിനേക്കാളും എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഈസിയാണ്. ഈ രണ്ടാമത്തെ കാണിച്ച ആ ഒരു ടൈപ്പിലാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിലോ അങ്ങനത്തെ ക്ലോസറ്റിലൊന്നും ഇരുന്നിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട കേട്ടോ. എന്താ വെച്ചാൽ അത് ക്ലോസറ്റിലേക്ക് കൈമന്ന് വീണ് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് താഴെ ഇരുന്നിട്ട് മാത്രം ഇത് ഇൻസേർട്ട് ചെയ്താൽ മതി. ഈ കപ്പ് ഫോൾഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ മോൾ ഭാഗത്ത് ഈ 3-4 ഹോൾസ് ഉണ്ടോയെന്ന് വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ആ ഹോൾസ് ഉള്ളത് മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് ആ ഒരു എയർ സക്ക് ചെയ്തിട്ടാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ ആ എയർ ഇതാവാനുള്ള ആ ഒരു ഹോൾസ് ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം വാങ്ങുക. പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം അതിൻ്റെ കൂടെ തരുന്നുണ്ടല്ലോ, അതിലേക്ക് 2-3 തുള്ളി ഉറ്റിച്ചതിന് ശേഷം പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ പാത്രത്തിൽ. അപ്പോൾ ഈ ഒരു പാത്രം ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ മറ്റ് പാത്രങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാവുന്നതാണല്ലോ. പിന്നെ അതിലേക്ക് നമ്മൾ ലിക്വിഡ് ഉറ്റിച്ചതിന് ശേഷം തിളച്ച വെള്ളം ആ ഒരു കപ്പ് നിറയെ ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളെ മെൻസ്ട്രൽ കപ്പ് അതിലിട്ട് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അതിലങ്ങനെ കിടക്കട്ടെ. പിന്നെ അത് എടുത്തിട്ടൊന്ന് കൈകൊണ്ട് തന്നെ വാഷ് ചെയ്തതിന് ശേഷം ഉണങ്ങി നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ ആ പൗച്ചിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ്. ഈ കപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് 2-3 മിനിറ്റ് തിളപ്പിക്കുക. സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ലിക്വിഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് 3-4 മിനിറ്റിലല്ലാതെ 10-15 മിനിറ്റ് ഒന്നും ഇതിട്ട് തിളപ്പിക്കരുത്. സിലിക്കണ്ട സാധനമാണ്, പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.